രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള വരികളാണ് ഇത്. നമ്മുടെ അങ്കണത്തൈമാവിങ്കൽ ആദ്യത്തെ തേൻ മാമ്പഴം, വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹം രചിച്ച പ്രശസ്തമായ മാമ്പഴം എന്ന കവിതയുടെ അതേ ട്യൂണിലാണ്. ഏകവൃത്തമാണെന്ന് തോന്നുന്നു. അതിലൂടെയാണ് ഞാൻ പാരായണം ചെയ്തു പോയത്. ലളിതമാണ്, പെട്ടെന്ന് വായിക്കാനും പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ ഇത് മനോഹരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടക്കും. അപ്പൊ ആദ്യം തന്നെ എന്താണ് ചെയ്യുന്നത്? ലക്ഷ്മണൻ ആരെ കാണുകയാണ്? ഭഗവാന്റെ അടുത്ത്. ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം രാമൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന് രക്തബന്ധമാണുള്ളത്, അല്ലെ? സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ട് താൻ. എന്നാൽ രാമനാണെങ്കിൽ, ശ്രീരാമൻ ഭഗവാനാണെങ്കിൽ ഒന്നും എന്താണ് ആവശ്യമില്ലാതെ സംസാരിക്കത്തുമില്ല. ഇപ്പൊ ഗുരുദേവ് എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും വലിയ ഒരു ലക്ഷണം ജ്ഞാനിയുടെ മൗനം വിദ്വാന ഭൂഷണം നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം എന്ന് ഗുരുദേവ് പറയുന്നുണ്ട്. രാമനെ കുറിച്ച് പറഞ്ഞ ബാംഗ്ലൂരിലെ IIScയിലെ ഒരു സ്പീച്ചിലെ ഗുരുദേവ് പറയുണ്ടായി, ശരിക്കും ഗുരുക്കന്മാരുടെ ഒരു രീതി, അവര് അങ്ങോട്ട് കയറി ഒന്നും സംസാരിക്കില്ല. അവര് പൂർണ്ണമായിട്ടും മൗനം, അഗാധമായ മൗനത്തിലാണ് അവർ വർദ്ധിക്കാറുള്ളത്. അതേപോലെ ശ്രീരാമനും ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മണൻ എത്തിച്ചേരുന്നത്. ലക്ഷ്മണന്റെ ചോദ്യം, ഒറ്റയ്ക്കിരിക്കുന്ന രാമദേവന്റെ അടുത്തേക്ക് തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചെല്ലും. അതായത് കൈകൾ കൂപ്പിക്കൊണ്ട് വിനയാന്വിതനായിക്കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോ ഇതിനെ ശ്രീരാമഗീതയിൽ പറയുന്നത്, കഥാചിദേകാന്ത ഉപസ്ഥിതം പ്രഭും രാമം രമാലാളിത പാദ പങ്കജം സൗമിത്രിരാസാദിത ശുദ്ധ ഭാവന പ്രണമ്യ ഭക്ത്യാ വിനയാന്വിതോ ഭവി. കദാചിദേകാന്ത ഉപസ്ഥിതം പ്രഭും രാമം രമാലാളിത പാദ പങ്കജം സൗമിത്രിരാസാദിത ശുദ്ധ ഭാവന പ്രണമ്യ ഭക്ത്യാ വിനയാന്വിതോ ഭ്രവീ. രമാലാളിത പാദപങ്കജം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ശ്രീ മഹാലക്ഷ്മിയാൽ, ആ ഐശ്വര്യത്തിന്റെ ദേവതയാൽ അനുഗ്രഹീതനായിട്ടുള്ള സാക്ഷാൽ നാരായണനാണ് ഭഗവാൻ, അല്ലെ? ഇപ്പൊ നാരായണൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ്. ആ മഹാലക്ഷ്മിയുടെ ഭക്തി ആദരവപൂർവമുള്ള പൂജകൾ കൊണ്ട് പാവനമായ പാദത്തോട് കൂടിയവനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ അവതാരമാണ് രാമൻ എന്ന് പറയുന്നത്. രാമൻ അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് വെറുതെ അല്ല ചെല്ലുന്നത്,
വിനയത്തോടുകൂടി കൈകൾ കൂപ്പിക്കൊണ്ട് രാമന്റെ മുൻപിലേക്ക് ലക്ഷ്മണൻ എത്തുകയാണ് ചെയ്തത്. രാമൻ എന്ന ഗുരുവിന്റെ അടുത്തേക്ക് ലക്ഷ്മണൻ എന്ന അനുജനിൽ നിന്ന് ലക്ഷ്മണൻ എന്ന ശിഷ്യൻ പതുക്കെ പുറത്തേക്ക് വരികയാണ്. തന്നെയാണ് ലക്ഷ്മണൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ഇവിടെ. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലെയും സംശയങ്ങളും ആശയങ്ങളും എല്ലാം ലക്ഷ്മണൻ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ലക്ഷ്മണന്റെ ചോദ്യം വളരെയധികം പ്രസക്തമാണ്. അത് നമ്മളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ തന്നെയാണ് ലക്ഷ്മണൻ ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് ഗുരുദേവ് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്, ഒന്നും ചോദിക്കാതെ നമ്മൾ ഉത്തരം പറയാതിരിക്കുക എന്നുള്ളതാണ്. It is said the first sign of intelligence is not to say anything. The second sign of intelligence, since if we have lost the first sign, second sign is not to say anything unless a question is asked. So in this country, almost all scriptures begin with a question. Unlike elsewhere in the world, here we always encouraged the spirit of inquiry. ദേശീയ ഗുരുക്കന്മാര് ഒന്നും ഇങ്ങോട്ട് ചോദിക്കാതെ അങ്ങോട്ട് ഉത്തരം പറയത്തില്ല. അതുകൊണ്ട് മൗനത്തിലാണ് അവരിരിക്കുന്നത്. ആ മൗനത്തിലിരിക്കുന്ന മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഭാവത്തിൽ ശ്രദ്ധയോടെ വിനയാന്വിതനായിട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് ആചാര്യന്റെ അടുത്തേക്ക് ലക്ഷ്മണൻ എത്തി ചോദിച്ച ചോദ്യമാണ് നമ്മുടെ എല്ലാവർക്കും. ലക്ഷ്മണൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നമ്മൾ പതുക്കെ കിടക്കുകയാണ്. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരൂ മാറരുൾ ചെയ്തിടണം. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരൂ മാറരുൾ ചെയ്തിടണം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരൂ മാറരുൾ ചെയ്തിടണം. മാനസാനന്ദം വരൂ മാറരുൾ ചെയ്തിടണം. ആരും നിൻ തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ആരും നിൻ തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം.